ഞാൻ ഇന്ന് എറണാകുളത്ത് വീട്ടിൽ തന്നെയാണ്. ഇന്ന് പോകണം എറണാകുളത്ത് എവിടെയെങ്കിലും. മംഗളവനം കാണാൻ ആഗ്രഹിക്കുന്നു. മംഗളവനം കാണാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകില്ലേ? അതെ, സിറ്റിക്ക് നടുവിൽ ഒരു വനം. അതാണ് എറണാകുളത്തെ മംഗളവനം. പക്ഷി സങ്കേതമാണ്. ആ യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മംഗളവനത്തിൽ പോകുവാൻ മേനക വഴി പോകുന്ന ബസ്സിൽ കയറി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങണം. ഇതാണ് ഞാൻ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി. ഈ കാണുന്നതാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. ഈ ജംഗ്ഷന് പ്രത്യേകതയുണ്ട്. ഹൈക്കോർട്ടിൽ പോകേണ്ടവർക്കും വൈപ്പിൻ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ബസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക പരിഗണനയും കൂടി വന്നു. മെട്രോ ബോട്ട് ജെട്ടി. എറണാകുളത്ത് നിന്ന് പല ഭാഗത്തേക്ക് പോകുന്ന മെട്രോ ബോട്ടുകൾ ഇവിടെ നിന്നാണ് ഓടുന്നത്. അതിസുന്ദരമായ മെട്രോ ബോട്ട് ജെട്ടി. നിങ്ങൾക്കിവിടെ വന്നാൽ ഈ മെട്രോ ബോട്ട് ജെട്ടി കാണാം, ഹൈക്കോർട്ട് കാണാം. അതിനു പുറമെ മംഗളവനം. ഞാൻ മംഗളവനത്തിൽ പോകാനാണ് ഇവിടെ എത്തിയത്. ഈ കിടക്കുന്ന കാറുകളെല്ലാം മംഗളവനം കാണാൻ വന്നവരല്ല, ഹൈക്കോർട്ടിൽ പല ആവശ്യങ്ങൾക്ക് വന്നവരുടെ കാറുകൾ പാർക്ക് ചെയ്യുന്നതാണ്. എറണാകുളം നഗരത്തിന് ഹൃദയഭാഗം ഒരു കാട്. പുലിയില്ല, ആനയില്ല, എന്തിനു പറയുന്നു, ഒരു മുയലും കാട്ടുപന്നി പോലും ഇല്ല. എന്നാലും ഒരു കാട്, 2 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു കണ്ടൽ വനം. അതെ, കണ്ടൽ വനം തന്നെയാണിത്. മംഗൾ എന്ന വാക്ക് പോർട്ടുഗീസിൽ കണ്ടൽ എന്നാണ് അർത്ഥം. ഈ കണ്ടവനത്തിൽ വളരെയധികം പക്ഷികൾ വരുന്നു. ദേശാടന പക്ഷികൾ. അതിനു പുറമെ ചിത്രശലഭങ്ങളും ധാരാളം. തവളകളും ഉണ്ട്. തവളകൾ പല ജാതിയിൽപ്പെട്ട തവളകൾ. ഇതാ ഒരു ശ്രീബുദ്ധൻ്റെ പ്രതിമ. അതിമനോഹരമായ പ്രതിമയാണ്. ഞാൻ ഈ കണ്ടകവനത്തിൽ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് 2 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് കണ്ടതാണ്. അവരും ടിക്കറ്റ് എടുത്ത് കയറി. തുച്ഛമായ ഒരു പൈസ കൊടുത്ത് നമുക്ക് ഈ കണ്ടവനത്തിൽ കയറാം. അതെ, വനം തന്നെയാണ് ഇതും. ഇവിടെ അധികം ഇണക്കുരുവികളുണ്ട്. അവരുടെ ശബ്ദം നമ്മൾക്ക് കേട്ടില്ല. അവർ പരസ്പരം കിണുങ്ങിയിരുന്നതുള്ളൂ. ഇവിടെ ധാരാളമുണ്ട് അവർ. അതുപോലെ പുകവലിക്കാൻ കയറുന്നവരുമുണ്ട്. ഇവിടെ ഫൈനടിച്ചാൽ 5 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയപ്പെടുന്നു. പുറത്താണെങ്കിൽ 50-100 രൂപയും ചിലവാകും. അതുകൊണ്ട് പുകവലിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുമുണ്ട്. അവരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല എന്നതാണ് സത്യം. എന്തിനാണ് അവരെ നിയന്ത്രിക്കുന്നത്? അവരെ ഇഷ്ടത്തിന് അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഈ സ്ഥലം 2 ഏക്കറുണ്ട്. കൊച്ചിയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് ഈ കണ്ടൽ വനം കൊണ്ടാണ്. അതെ, കൊച്ചിയെ ശുദ്ധീകരിക്കുന്നത് ഈ കണ്ടൽ വനമാണ്. ഈ കണ്ടൽ വനത്തിൽ നമുക്ക് നടക്കാൻ അധികം സ്ഥലമില്ല. വളരെ കുറച്ച് ദൂരം മാത്രം. അതും സൂക്ഷിച്ച് നടക്കണം. എന്താണാവോ ഇത്തിരിയും കൂടി സ്ഥലം കാഴ്ചക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൂന്തോട്ടം സജ്ജീകരിച്ചുകൂടെ? എന്തായാലും ചിത്രശലഭങ്ങൾ, അത് വളരെയധികം ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും ദേശാടന പക്ഷികൾ പണ്ടത്തെ പോലെ ഇപ്പോൾ വരുന്നില്ല എന്നാണ് അറിവ്. കെട്ടിടങ്ങൾ വന്നതുകൊണ്ട് അവർക്ക് യാത്ര തടസ്സം ഉണ്ടാവുന്നു. അതുപോലെ ഇവിടെ വന്നാൽ ഭക്ഷണം തേടിപ്പോകാനും സാധിക്കാത്ത വിധത്തിൽ കെട്ടിടങ്ങൾ. ഹൈക്കോർട്ട് ഒരു വശം മറച്ചു വെച്ചിരിക്കുന്നു കണ്ടൽ വനത്തെ. അതിനു പുറമെ മറൈൻ ഡ്രൈവിലെ കെട്ടിടങ്ങൾ എല്ലാം ദേശാടന പക്ഷികൾക്ക് തടസ്സം തന്നെയാണ്. സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുപോലെയാണല്ലോ നമ്മുടെ കൊച്ചി പുരോഗമിക്കുന്നത്. ആ പുരോഗമനം തടയാൻ ആർക്കും സാധിക്കില്ല. എന്നിരുന്നാലും കണ്ടൽ വനം അതിൻ്റെ ഒരു സുഖം എറണാകുളത്തുകാർക്ക് അനുഭവിക്കാം. പക്ഷേ ഇവിടെ വന്നാൽ ഏറ്റവും ബുദ്ധിമുട്ട് കൊതുകിക്കടിയാണ്.
കൊതുക് കടിയേറ്റാതെ എവിടാ സൂക്ഷിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അസുഖം, ഏതെല്ലാം അസുഖങ്ങൾ വരുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ 10 രൂപയില്ല. ഇവിടെ ശുദ്ധവായു ആണെങ്കിലും മണം, നല്ല മണം മനുഷ്യർ വരും, പണ്ടപ്പോൾ വീട് ചെടിയുടെ വലിക്കാൻ മണം. വരെ പറ്റാത്ത കാലമായി. അതുകൊണ്ട് മണം നമുക്കും ആസ്വദിക്കാം, ഭൂമിയുടെ മണം. പുൽച്ചെടികളാണ് അവരെടുത്താൻ പറ്റില്ല. പടർന്നിങ്ങനെ കിടക്കുകയാണ്. കണ്ടൽ വനം അല്ലെങ്കിൽ പടർന്നു കിടക്കുന്ന വനമാണല്ലോ. അവർ സന്യാസികളാ. എൻ്റെ സ്നേഹിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പത്തനംതിട്ടക്കാരനാണ്. സ്റ്റിക്ക് മേടിച്ചിട്ട് എടുക്കുന്നത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ കണ്ടനവലത്തിലൂടെ നടക്കാൻ നല്ല സൗകര്യമാണ്. അരമണിക്കൂർ ഞാൻ അവിടെ ചെലവാക്കി, ഒരു പക്ഷിയെയും കണ്ടില്ല. അവിടെ വരുന്ന പക്ഷികളുടെ ബോർഡുകൾ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ചില മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ ഒരു ഭംഗിയുള്ള മരം, പുല്ലുകളും ചെടികളും ധാരാളം. കുട്ടികൾക്ക് വേണ്ടി ഒരു കാഴ്ച വസ്തുവും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെട്ട് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതാ ഒരു കിളിയോട് ഇരിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും എറണാകുളത്ത് കുരങ്ങന്മാർ വന്നിട്ടില്ല എന്നതിന് തെളിവാണ് ഈ കണ്ടൽ വനം. കുരങ്ങന്മാർ എറണാകുളത്ത് എത്തിയാൽ ഈ വനത്തിൽ അവർ വരാതിരിക്കുമോ? തീർച്ചയായിട്ടും വരും. ഈ കണ്ടൽ വനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് പിന്നെ കാണാവുന്നത് കൊച്ചി രാജാവ് പണിത എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ്. അത് ഈ മംഗളവനത്തിന് തൊട്ടടുത്താണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാൻ അനുവാദമില്ല. അവർ മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഈ റെയിൽവേ സ്റ്റേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി വന്നിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ, അത്രയും പുണ്യസ്ഥലമാണത്. അതുപോലെ സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ ടാഗോറും എറണാകുളത്ത് എത്തിയിട്ടുള്ളത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ അവഗണിച്ചാലും മഹാത്മാഗാന്ധി ഇറങ്ങിയ സ്റ്റേഷൻ എന്ന നിലയിൽ ഈ സ്റ്റേഷൻ പ്രത്യേക പരിഗണന നൽകി ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തേണ്ടതാണ്. കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറ അമ്പല ടെമ്പിളിലെ ആനയുടെ നെറ്റിപ്പൊട്ടം വിറ്റിട്ടാണ്, ഈ 62 ഏക്കർ സംഭാവനയും ചെയ്തിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പണിതത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഓട് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. ജൂലൈ 1902 ആദ്യത്തെ ട്രെയിൻ ഇവിടെ വന്നു. 1932 എറണാകുളം ജംഗ്ഷൻ വന്നപ്പോൾ ഇത് അവഗണനയിലായി. ഈ സ്റ്റേഷൻ്റെ അവഗണന മാറ്റി പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി ഇറങ്ങിയ സ്റ്റേഷൻ എന്ന നിലയിൽ പ്രത്യേക പരിഗണന നൽകി ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന് ഭരണാധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. മഹാത്മാഗാന്ധിയെ നമുക്ക് മറക്കാനാവില്ലല്ലോ. ഇതൊരു ചരിത്ര സ്മാരകമായ ജനങ്ങൾ വന്ന് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറും. മംഗളവനത്തിനും അതൊരു ഗുണം ചെയ്യും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എൻ്റെ കൂടെ യാത്രയിൽ വരികയും വേണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. നിങ്ങൾ മംഗളവനത്തിൽ പോയിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോകണം. എറണാകുളത്താണല്ലോ, അതും എറണാകുളത്ത് സെൻറ്റർ. ബോട്ട് കയറാൻ പോകുമ്പോഴെങ്കിലും ഒരമണിക്കൂർ മംഗളവനത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടെ? നടന്നു പോകാവുന്ന ദൂരം മാത്രമുള്ളൂ എറണാകുളം ഹൈക്കോർട്ടിൽ നിന്നും, എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും. അതുപോലെ ബസ് കയറാനും എന്തൊരു സൗകര്യം. കാറിനാ വരുന്നെങ്കിൽ പാർക്ക് ചെയ്യാനും നല്ല സൗകര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മംഗളവനം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയും വരണേ. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF.